പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ട് അതിൽ ഡോക്ടേഴ്സായിട്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് ഇപ്പോൾ അത് വ്യക്തമായിട്ട് പറയാൻ പറ്റില്ല. സ്വാഭാവികമാണോ എന്ന് പറയാൻ പറ്റത്തില്ല. അത് 3 റിസൾട്ട് കിട്ടാനുണ്ട്. ആ റിസൾട്ട് കിട്ടിയാൽ മാത്രമേ അറിയാൻ പറ്റൂ സ്വാഭാവിക മരണമാണോ സ്വാഭാവികം എന്നുള്ളത്. ഈ കുടുംബം അടക്കമുള്ളവർ ഇപ്പോൾ അവരെ വേട്ടയാടി എന്ന തരത്തിലേക്കൊക്കെയാണ് ഈ വിഷയത്തിൽ പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ആദ്യഘട്ടത്തിലെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് ശേഷം. ഇല്ല, പോലീസും ജില്ലാ ഭരണകൂടവും നിയമപരമായിട്ടുള്ള നടപടികൾ മാത്രമാണ് ചെയ്തത്. അവരെ വേട്ടയാടുന്ന ഒരു നടപടികളും ചെയ്തിട്ടില്ല. നിയമപരമായിട്ടുള്ള നടപടികൾ മാത്രമാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ തുടർ നടപടി ഇവരുടെ സംസ്കാരമൊക്കെ ആ സ്ഥലത്ത് തന്നെ നടത്തുന്നതിൽ പ്രശ്നങ്ങളൊന്നുമില്ല എന്നാണോ? സംസ്കാരം അവരെ വീടിൻ്റെ കോമ്പൗണ്ട് നടത്തുന്നതിന് തടസ്സമില്ല. പോലീസ് നടപടി ഏതിലാണ് മുന്നോട്ട് പോവുക? ഇനിയുള്ള പോലീസ് ആദ്യം കേസെടുത്ത് മിസ്സിങ്ങിനാണ്. ഇയാളെ കാണാനില്ല എന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കേസെടുത്തത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തി. അപ്പോൾ ആദ്യ അന്വേഷണത്തിൽ ഈ സമാധിയെ ആയിട്ട് വെച്ചിട്ടുണ്ട്, സമാധിയായി ഇരിക്കുകയാണ് എന്ന് പറഞ്ഞു മക്കളുടെ മൊഴിയിൽ നിന്ന്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ സമാധി പൊളിക്കണമെന്നുണ്ടെങ്കിൽ എക്സിമേഷൻ വേണം. അതുകൊണ്ടാണ് നമ്മൾ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിന് നമ്മൾ റിക്വസ്റ്റ് കൊടുത്ത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിൻ്റെ സാന്നിധ്യത്തിൽ വന്നിട്ട് എക്സിമേഷൻ നടത്തി ബോഡി കണ്ടെത്തിയത്. അപ്പോൾ ബോഡി കണ്ടെത്തിയപ്പോൾ പോസ്റ്റ്മോർട്ടം നടത്തിയപ്പോഴത്തേക്ക് ഏത് തരത്തിലുള്ള മരണം കാരണം കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇതിൽ പോസ്റ്റ്മോർട്ടത്തിൻ്റെ എന്തെങ്കിലും റിപ്പോർട്ട് പോലീസിന് മുന്നിലുണ്ടോ? ഇത് സ്വാഭാവികമാണോ അസ്വാഭാവികമാണോ? അത് 3 റിസൾട്ട് കിട്ടാനുണ്ട്. ആ റിസൾട്ട് കിട്ടിയാലേ അത് പറയാൻ പറ്റുള്ളൂ. നമ്മുടെ മുന്നിൽ റിപ്പോർട്ടില്ല. പ്രാഥമികമായിട്ടൊന്നും പറയാൻ പറ്റില്ല. സ്വാഭാവികമാണോ എന്നുള്ളത് പറയാൻ പറ്റത്തില്ല. ഈ യാന്ത്രികങ്ങളുടെ അതെല്ലാം എടുത്തിട്ടുണ്ട്. അതെല്ലാം ടെസ്റ്റിന് വേണ്ടി എടുത്തിട്ടുണ്ട്. ഹിസ്റ്റോപത്തോളജിക്കൽ റിപ്പോർട്ടും കെമിക്കൽ റിപ്പോർട്ടും FSL റിപ്പോർട്ടും കിട്ടിയാൽ മാത്രമേ പറയാൻ പറ്റൂ. അതിനുശേഷമായിരിക്കും പോലീസ് മുന്നോട്ട് പോകുക. അതെ, അതിനുശേഷമായിരിക്കും മറ്റന്വേഷണങ്ങൾ നടക്കും. ബാക്കി അന്വേഷണങ്ങൾ നടക്കും. ഈ റിസൾട്ട് കിട്ടിയതിന് ശേഷമായിരിക്കും സ്വാഭാവികമാണോ അസ്വാഭാവികമാണോ എന്നുള്ള രീതിയിൽ പോകും. അപ്പോൾ നിലവിൽ ഒരു തരത്തിലേക്കുള്ള നിഗമനത്തിലും പോലീസ് എത്തിയിട്ടില്ല. നിഗമനത്തിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പ്രത്യേകിച്ചൊരു നിഗമനത്തിൽ എത്തിയിട്ടില്ല. അന്വേഷണ പുരോഗതി അടിസ്ഥാനത്തിൽ എന്താണ് നമ്മുടെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളെ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം അയാളെ കണ്ടെത്തുക എന്നുള്ളതായിരുന്നു. അയാളെ കണ്ടെത്തി. അയാളുടെ മരണം സംഭവിച്ചു. ആ മരണം എങ്ങനെയുള്ളത് എന്ന് കണ്ടെത്തുന്നതിലേക്ക് വേണ്ടിയാണ് പോസ്റ്റ്മോർട്ടം നടത്തിയത്. ആ പോസ്റ്റ്മോർട്ടത്തിന്റെ റിസൾട്ട് കിട്ടിയാലേ ബാക്കി കാര്യങ്ങൾ ഒരു മൊഴിയെടുക്കൽ തെളിവെടുപ്പൊക്കെ അതൊക്കെ ഉണ്ടാവും. മൊഴിയെടുക്കലെല്ലാം ഉണ്ടാവും. അപ്പോൾ ആദ്യഘട്ടത്തിൽ ഈ 2 മക്കളും അമ്മയും പറഞ്ഞ മൊഴികളിൽ വൈരുദ്ധ്യമുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് അന്വേഷണം നടത്തും. വൈരുദ്ധ്യങ്ങളുണ്ട്, അതിനെക്കുറിച്ച് അന്വേഷണം നടത്തും. അതിലേറ്റവും പ്രശ്നം നിൽക്കുന്നത് ഈ ഇദ്ദേഹം തനിയെ നടന്നുപോയി എന്നും അല്ലാതെയും ഒക്കെയുള്ള പലതരം അഭിപ്രായങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. അത് സ്ഥിരീകരിക്കേണ്ടതല്ലേ ആ വിഷയത്തിൽ, ആ തരത്തിൽ? അത് അന്വേഷണത്തിൽ കണ്ടെത്തും.